അപ്പൊ ടെൻഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ എനിക്ക് ഭയങ്കര നഷ്ടങ്ങളാണ്. ഞാനെന്നാ അങ്ങനെ വളർന്ന ആളല്ല. ഇവർക്ക് തന്നെ അങ്ങനെ വളർന്ന എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. എനിക്ക് പൈസ ഇല്ല, വേറെ ഒന്നും പൈസ ഇല്ല. ആ ഒരു രീതിയിൽ ഒരുപാട് അകറ്റുന്നുണ്ട്. പൈസ ഇല്ലാത്തതിന്റെ രീതിയിൽ ഒരുപാട് അകറ്റുന്നുണ്ട്. അപ്പൊ എനിക്കതിനെ ഉൾക്കൊള്ളാം. ഹലോ അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഞങ്ങൾക്ക് സുഖമായിരിക്കുന്നു, നിങ്ങൾക്കെല്ലാം സുഖമാവെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡിഫറെന്റ് വീഡിയോ തന്നെയാണ്. നിങ്ങളൊരു സർപ്രൈസ് ആയിട്ട് നിങ്ങളെ ഒരു മുൾനിലയിൽ വെച്ച ആ സന്തോഷ വാർത്ത, ആ ഒരു സംഭവം നിങ്ങളോട് വിവരിക്കാൻ പോകണേ അല്ലേ? അത് പറയാൻ പോവണേ. പിന്നെ അതിന് മുമ്പേ ഇന്നിപ്പോ നമുക്കിതാ ഇന്ന് വെച്ചപ്പോ നമ്മള് വീഡിയോ അതെ ലൈവ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോ കുറച്ച് പുറത്തുപോയി വന്നതിന് മാളൂന് സുഖമില്ലായിരുന്നു, വയറുവേദന. എനിക്ക് എന്താ നല്ല ചക്ക തിന്നാ തുടങ്ങും, എനിക്ക് വയറുവേദന ഇല്ല. അതെ. പിന്നെ എനിക്ക് ഒന്നിനും എപ്പോഴും ഞാൻ ആ ഒരു സുഖമില്ലാതെ ഇരിക്കണം. എന്റെ മുഖം ഇങ്ങനെ ആവണ കിട്ടാ ഒരു സുഖമില്ല. പിന്നെ മാനസികമായിട്ട് ഞാൻ ഫുൾ ടെൻഷനിലാണ്, അതുകൊണ്ടാവും. അതെ. അപ്പൊ അതൊക്കെ കൂടി ആയിട്ടാണ് സുഖമില്ല. ഒന്നിനും നമുക്ക് എന്തിനും മനസ്സിനുണ്ട്, മനസ്സ് വരണല്ലേ, എന്ത് ചെയ്യാനും മനസ്സ് വരണം. അല്ലാതെ ഒന്നും നമുക്ക് നമ്മളെ മുഖം ലെവലില്ലാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ലൈവ് ഇടാൻ പറ്റാഞ്ഞേട്ടാ. ലൈവില് വരുമ്പോഴാണ് ഞാൻ ഹാപ്പി ആവുന്നത്. അപ്പൊ എന്താ പറയാ, ലൈവില് വരാന്നില്ല അല്ലേ? അപ്പോ പിന്നെ വേറെ ആ സർപ്രൈസ് എന്താന്നുള്ളത് നിങ്ങളോട് പറയാൻ പോകണേ. അപ്പോ പിന്നെ ഇന്ന് കുട്ടികളൊക്കെ ഏകദേശം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രിയായി പോയി ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ഓൾറെഡി നമ്മൾ ഇതിൽ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഇൻട്രോ പറഞ്ഞിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മൾ ഇന്നലെ രാത്രി എന്ന് പറയാം, ഇന്നലെ രാത്രിയാണ് നിങ്ങളെല്ലാം ആകാംക്ഷയോടെ നിങ്ങളെല്ലാം ചോദിച്ചിരുന്നു. ഒരുപാട് ആൾ നേരിട്ടും അല്ലാതെയും ചോദിച്ചിരുന്നു എന്താണ് ആ സർപ്രൈസ്. എല്ലാവരും വീഡിയോ മൊബൈൽ കാശിന് എന്താണ് സർപ്രൈസ്, എന്താണ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞെന്നാല് നിങ്ങൾക്ക് ഒരു രസം ഉണ്ടാവില്ല. പിന്നെ നമ്മള് സർപ്രൈസ് ആയി വെച്ചില്ലൊരു അർത്ഥമില്ലല്ലോ. നമ്മള് പറഞ്ഞാൽ മുൻകൂട്ടി ഓരോരുത്തർ പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചാൽ എന്താടി ഒന്ന് പറഞ്ഞിട്ടടി ഒന്ന് പറയാം. കുറെ ചോദിച്ചിരിക്കണേ, കൂട്ടുകാരികളൊക്കെ വന്ന് ചോദിക്കും എന്താടിയത് പുറത്തുനിന്ന് പറയാൻ ചോദിച്ചാൽ എന്താണ് ഒന്ന് പറയടിയായിരുന്നു, പറയാൻ പറ്റൂല. അതെ, ഞങ്ങൾ പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആളുകൾ ഒരു വഞ്ചിക്കല്ലേ, നമ്മൾ അങ്ങനെ ശരിയല്ലല്ലോ. അപ്പൊ പിന്നെ ഇന്നലെ രാത്രിയും കൂടി ഞങ്ങൾ വരുന്ന വഴിയിൽ ഇവിടെ കൂട്ടുകാരനെ കണ്ട് അവിടുന്ന് വരെ ഒരുപാട് ഇവളോട് ചോദിച്ചു. അപ്പോ ഏതായാലും അപ്പൊ എന്താന്ന് വെച്ചാല് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം അൽഹംദുലില്ലാ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. കാണുന്നവർക്ക് നിസ്സാരാണ് ഈ കാര്യം. കാണുന്നവർക്ക് അപ്പോ അങ്ങനെയൊക്കെ ചിന്തിക്കും. ഞങ്ങൾക്ക് ഞങ്ങളെ ഏറ്റവും വിലപ്പെട്ടതാണ്. ഞങ്ങൾക്ക് എന്തൊരു കുഞ്ഞി സാധനമായാലും അത് ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്. അതെ, തീർച്ചയായിട്ടും. അതെ, എന്ത് ചെറിയ സാധനം നമ്മള് പൊതുവേ എന്തായാലും നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ. അപ്പൊ നമുക്ക് ചെറിയൊരു സംഭവം, നമ്മൾ ഒന്നും ഇല്ലാത്ത ആളുകൾക്ക്, ഇപ്പൊ ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ വെറും വാടക വീട്ടിലൊക്കെ നിന്ന് ഈ കൊച്ചു കൊട്ടാരത്തിൽ ആൾക്കാരാണ് ഒന്നുമില്ലാതെ. അപ്പൊ ഞാനൊക്കെ ഭക്ഷണത്തിന് വരെ ഒരുപാട് ചില വീടുകളിൽ എൻ്റെ ഉമ്മ പണിക്ക് പോയിട്ട് അവിടെയൊക്കെ കയ്യാട്ടിമാര് പോയി നിന്നൊരു മനുഷ്യനാണ് ഞങ്ങളൊക്കെ. ഞാനെന്റെ അനിയനൊക്കെ, ഇവരൊക്കെ എന്താ ബുദ്ധിമുട്ട് എന്താന്ന് അറിയാതെ അറിയിച്ചിട്ടില്ല, അങ്ങനെ വളർന്നാണ്. അപ്പൊ അതിനുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമുക്കിപ്പോ എന്തൊരു സംഭവം പ്രത്യേകിച്ച് കാണുമ്പോൾ നമ്മൾ ഇപ്പാറുള്ള ജീവിതം അത് വേറെയില്ലാത്ത ജീവിതം എന്താന്ന് ആലോചിച്ചുകൊണ്ട് ഊഹിക്കാൻ പോലും നമുക്ക് പറ്റൂല ഇപ്പാരില്ലാത്ത ജീവിതം. അപ്പൊ ഇപ്പൊ ഉണ്ടായതുകൊണ്ട് ഞാനത് എന്താന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് 3 വയസ്സും എൻ്റെ അനിയന് 1.5 വയസ്സും. അത് മുല കുടിക്കുന്ന പ്രായം എൻ്റെ അനിയൻ. ആ സമയത്താണ് ഉപ്പ ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത്. പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഉമ്മ ഞങ്ങളെ വളർത്തിയതും അൽഹംദുലില്ലാ ഇങ്ങനെ ഈ നിലയിലെല്ലാം എത്തിയതും. അതിന് ഉമ്മാനോടും ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്, അതിലുപരി പടച്ചവനോടും. അപ്പൊ ഏതായാലും അപ്പൊ എന്തെങ്കിലും കൊച്ചൊരു സന്തോഷം പോലും വന്നാലും അത് നമുക്ക് വലിയൊരു സംഭവമാണ്. ഇവരത്തെ എത്തിയതിനു ശേഷം ഞാനും അനുഭവിക്കൂട്ടാ. പക്ഷെ നമ്മൾ ശരിക്കും ദാരിദ്ര്യത്തിലൂടെ വലുതാവേണ്ടിയത്. അപ്പോഴാണ് നമുക്ക് കുഞ്ഞു സന്തോഷങ്ങൾ ആഘോഷിക്കാൻ പറ്റുക. ദാരിദ്ര്യമില്ല വന്നാൽ നമുക്ക് ഒന്നും ഇതാ പോകുന്നറിയാം നമ്മളത്ര. പക്ഷെ ഞാൻ അങ്ങനെ അല്ലട്ടാ. പക്ഷെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാനൊരു കുഞ്ഞു സംഭവം അല്ലാഹ് അൽഹംദുലില്ലാ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്, കുഞ്ഞു സന്തോഷം.
അപ്പൊ നമ്മളെന്ത് ചെയ്യാ, ദാരിദ്ര്യത്തോട് നമ്മളെ മക്കളായാലും കുറച്ചെങ്കിലും അത് അറിഞ്ഞു വളർത്തിയില്ല. സത്യാവസ്ഥ മക്കളെ അറിയിച്ച് മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അതെ, അറിഞ്ഞ് അനുഭവിച്ച് വളരണം. ഇവർക്കൊക്കെ അറിയാം ഓരോ അവസരങ്ങളും. ഇപ്പാക്കില്ല, ഇപ്പാനടുത്ത് ഇല്ല, ഇപ്പാക്ക് പണിയില്ലാത്ത ടൈമാണ്, അതൊക്കെ മക്കൾക്ക് നല്ലോ അറിയാം. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അതെ, നമ്മൾ ചില ആളുകള് മക്കളെ അതുപോലെ ഭാര്യനെ ഒന്നും കൂടുതൽ വിഷമങ്ങൾ അറിയിക്കൂല. വലിയതായി മുന്നിൽ നടക്കും. മക്കളെ മുന്നിൽ കയ്യിൽ പൈസ ഇല്ലെങ്കിലും കടം വാങ്ങിയിട്ടും അവരെ കാര്യങ്ങൾ നടത്തി കൊടുത്തിട്ടും. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇല്ലാത്താവുമ്പോ ആ ഇല്ലാത്ത ലെവലിൽ ജീവിക്കണം. എങ്ങനെയാണ് അങ്ങനെ അതിന്റെ ഒറിജിനാലിറ്റി, നാച്ചുറൽ ആയിട്ടുള്ള ജീവിതം അതൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ട് മക്കള് ഒന്നും വിളിക്കാതെ, മക്കളോടും ഭാര്യനോടും വിളിക്കാതെ. ഈ ഭാവം എങ്ങനെ വെച്ചാല് തോന ഓട്ടങ്ങളും ഇതൊക്കെ ഉള്ള നല്ല ഓട്ടം നല്ല ടൈമില് ഞങ്ങൾക്ക് ദിവസം വരുമ്പോ ഫ്രൂട്ട് കൊടുത്തരും. ഫ്രൂട്ട് എന്തെങ്കിലും ആയിട്ട് വരാതെ വരൂല. പക്ഷെ ആളെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞാൽ ചിലപ്പോ ഒരു മുട്ടായി അതിൽ ഞങ്ങൾ സന്തോഷിക്കും. ചിലപ്പം അതും ഉണ്ടാവില്ല. എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞാനൊരു കടയിൽ പോയിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊന്നും കടം വാങ്ങാറില്ല. ഇല്ലെങ്കിൽ 5 പൈസ ഒരാൾക്ക് കൊടുക്കാനില്ല. നമ്മളങ്ങനെ കടം വാങ്ങില്ലാതെ, അതെ, ബാങ്കിൽ ലോണും കാര്യങ്ങളല്ലാതെ നമ്മൾ ആധാരത്തിന്റെ ഒരു മനുഷ്യണ്ടല്ലോ മുസ്തഫ പൈസ തരാണ്ട് പറഞ്ഞിട്ട് ഇന്ന് വരെ നമ്മള് കടയിൽ പോയി പറ്റി വാങ്ങാൻ ചെയ്യലില്ല. ഇല്ലെങ്കിൽ ആ കടയിലേക്ക് പോവില്ല. അതൊരു ബാധ്യതയായി മാറും. ഇങ്ങനെ പിന്നെയും വാങ്ങും നമുക്കൊരു ബാധ്യതയായി മാറും. അപ്പൊ മാറും തന്നെ. ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ അഡ്ജസ്റ്റ് ചെയ്ത് വീട്ടിൽ കൊണ്ടടക്കും. ഞാൻ പറഞ്ഞ ഒരു കുഴപ്പമില്ല, ഒന്നും വേണ്ട. ഉണക്കമീൻ ഉണക്കമീനൊക്കെ പറ്റൂല, പക്ഷെ ഉണക്കമീൻ മതിയെന്ന് ഞാൻ പറയും. എനിക്ക് കഞ്ഞി മതി. ബാവ പറയും പാവാണടി കുട്ടികൾ കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിച്ചണ കുട്ടികൾ പറയും. ഞാൻ കഞ്ഞി കുടിച്ചിക്കണേ. എന്റെ ഇപ്പൊ ചന്തക്ക് പോകുമ്പോഴേ ഞങ്ങക്ക് പെரிய ഫുഡ് ഉണ്ടാവില്ല. 2 ദിവസത്തിനൊക്കെ എന്റെ ഇപ്പൊ കന്നിലെടുക്കാൻ പോകും. ഇപ്പൊ ശനിയാഴ്ച കൊണ്ടുവരുന്ന ഫുഡ് മാത്രം അവിടെ പെരിയിൽ കൊണ്ടുപോകും. വേറെ കടം വാങ്ങലില്ല. അന്നിട്ടാ ഇന്ന് ഒരു പെരിയിൽ പറ്റൊക്കെ വാങ്ങണ്ടേ, പക്ഷെ അന്ന് കടം വാങ്ങി. അന്ന് ചിലപ്പോ എനിക്ക് മീൻ ഉണ്ടാവില്ല, കൂട്ടാനൊന്നും ഉണ്ടാക്കും. ഉമ്മ നമുക്ക് കഞ്ഞി കുടിച്ചാണ്. ഞങ്ങൾ കഞ്ഞി കുടിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് എനിക്ക് കഞ്ഞി മതിയല്ലോ, വേറെ കുറച്ച് ഫുഡ് കഴിച്ചാ പോരെ. നമ്മുടെ വീട്ടിൽ വെച്ചാല് എന്റെ ഉമ്മ പണിക്ക് പോകുമ്പോ രാവിലെ ഒരു കറി ഉണ്ടാക്കി വെക്കും, ഒരു മത്തിയിട്ടൊരു കറി. ആ കറിയാണ് ഞങ്ങൾ രാവിലെയും ഉച്ചക്ക് രാവിലെ നമ്മൾ ഈ കടിക്ക്, അതായത് ദോശ വീട്ടിൽ അതിക്ക് കറി കൂട്ടി കഴിക്കുന്നു. ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കുറെ വൈകി അറിഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ശീലമില്ല. ഈ ഉമ്മ പണിക്കുപോയി ജീവിക്കില്ല. പിന്നെ ഉച്ചക്കും ആ കറി, രാത്രിയും ആ കറി. അങ്ങനെയാണ് നമുക്ക്. പിന്നെ പൊരിച്ചത് ഇതൊന്നും ഞങ്ങൾക്കില്ലേന്ന്. കുറെ കഴിയുമ്പോഴാണ് ഇങ്ങനത്തെ ഫുഡൊക്കെ ഉണ്ടാവും പൊരിച്ചത്. അതുപോലെ ഒരുപാട് കഥകൾ അന്നിപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടുപോകില്ല. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു പാൻറ്റിന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഈ ഉമ്മാനോട് ചോദിക്കാൻ പാടില്ല എന്ന് അറിയില്ല. അങ്ങനെ ഈ ഉമ്മ പാൻറ് വാങ്ങാൻ കഴിയായിട്ട് എൻ്റെ അനിയനിക്കും എനിക്കും പാറയിൽ മുഹമ്മദ് ടേജ് എന്ന് പറയും. അങ്ങനെ നമ്മളെ എടരിക്കൂട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിന്റെ മക്കളെ ഡ്രസ്സ് വാങ്ങി വരെ ഞങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതേ വീട്ടിൽ ഞാൻ എംസാന്റെ ഇതൊക്കെ പോയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ പാൻറ് വാങ്ങി ഞാൻ ഇട്ടിട്ടുണ്ട്. അതാണ് അവര്. അത് ആരാണെന്ന് വെച്ചാൽ വലിയ ആളാണ്, സാറാത്താന്റെ മകനാണ്. അവര് തലയിൽ കൈവച്ചു പോയി. മനസ്സിലായ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്ക്, വലിയൊരു വിഷമം, വലിയൊരു നഷ്ടം, ഇതൊന്നും എനിക്കൊരു ഷോക്കായി തോന്നില്ല. കാരണം ഒന്നുമില്ലാതെ കൈ കാട്ടി വളർന്ന തോന്നില്ല. അങ്ങനെ വളർന്ന ആളാണ് ഞാൻ. ഇപ്പൊ എനിക്ക് ഇന്ന ആരുമില്ല, എന്നെ ആരും ക്ഷണിച്ചില്ല, എന്നൊരാൾ വിളിച്ചില്ല, അല്ലെ എനിക്ക് ആരുമില്ല, എല്ലാരും എന്നെ അവോയ്ഡ് ചെയ്ത്. ഇതൊന്നും എനിക്ക് നഷ്ടമായി തോന്നില്ല. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് അതെ. എനിക്ക് സത്യം പറഞ്ഞാല് ഞാനിപ്പോ ഫോണിൽ എനിക്കൊരാൾ വിളിക്കാനില്ല, ഞാൻ ആർക്കും മെസ്സേജ് അയക്കലില്ല. ഞാൻ ആണ്ട് വിളിക്കണം എല്ലാവർക്കും, എന്നാൽ എല്ലാവരും സംസാരിക്കും. അല്ലാതെ എനിക്ക് എന്താ മാടോ എൻ്റെ പ്രശ്നം, എൻ്റെ വിഷയം എന്താ, ഇത് സങ്കടമാണോ ദുഃഖമാണോ ചോദിച്ചിട്ട് എനിക്ക് ആരും വിളിക്കാനില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആ സങ്കടത്തിലൊക്കെ എനിക്ക് ആരും വിളിക്കാനുമില്ല, പറയാനുമില്ല. വിളിക്കാനുള്ളവർക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കണം. എന്തെങ്കിലുമൊക്കെ വിഷയം ചോദിച്ചിട്ടില്ല, എനിക്ക് എന്താ മാടോ പ്രശ്നം ചോദിച്ചിട്ട് ഒരാളും എനിക്ക് വിളിച്ചില്ല. അത് എൻ്റെ ഫാമിലി ആയിക്കോട്ടെ, ആരും എൻ്റെ കൂട്ടുകാരിച്ചാൽ പിന്നെ ഗ്രൂപ്പിൽ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഗ്രൂപ്പിൽ പോവാത്ത പ്രശ്നമേ ഉണ്ടാവുള്ളൂ. അപ്പം ടെൻഷൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര നഷ്ടങ്ങളാണ്. ഞാനെന്നാ അങ്ങനെ വളർന്ന ആളല്ല. ഇവർക്ക് തന്നെ അങ്ങനെ വളർന്ന, പക്ഷെ എനിക്കങ്ങനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റൂല. എനിക്ക് ആരും ഇല്ലാതാവുക എന്നുള്ളത് ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റൂല. കാരണം ഞങ്ങൾക്ക് ഇവിടെ ആരും ഇല്ല. ഞങ്ങൾ അന്യ നാട്ടിലാണ് ശരിക്കും നിൽക്കുന്നത്. ഇവിടെ ജനിച്ച് വളർന്നാണെങ്കിലും ഞങ്ങൾ പാലക്കാട് ഡിസ്ട്രിക്ട് തിരുവേപ്പുറ അഞ്ചുമൂലൻ്റെ വീട് ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഒന്നുമില്ല. ഇതേ തൽക്കാലം പണയത്തിലാണെങ്കിൽ വീട്. എന്താ വെച്ചാല് ഞങ്ങൾ പറഞ്ഞാല് ഞാൻ നല്ലൊരു ഇതിന്ന് പോകുന്നതാണ്. പക്ഷെ വന്നതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടുകള്, കടങ്ങള്, ഇവര് താഴ്ന്ന കുടുംബമാണ്. ആ ഒരു രീതിയിൽ ഒരുപാട് ആൾക്കാര്. അതെ, നമ്മൾ താഴ്ന്ന കുടുംബം ഉദ്ദേശിച്ചത് താഴ്ന്ന കുടുംബം പൈസ ഇല്ല, പൈസ ഇല്ല. ആ ഒരു രീതിയിൽ ഒരുപാട് അകറ്റുന്നുണ്ട്. പൈസ ഇല്ലാത്തതിന്റെ രീതിയിൽ ഒരുപാട് അകറ്റുന്നുണ്ട്. അപ്പൊ എനിക്ക്
എനിക്കതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമുക്ക് പൈസ അല്ല, മനുഷ്യന്റെ നല്ല സ്വഭാവമാണ് ഏറ്റവും വലുത് തന്നെ. പൈസ അല്ല, മനുഷ്യന്റെ മറ്റൊരാളോടുള്ള പെരുമാറ്റവും ആ ആളെ പരിഗണിക്കുക, അതൊക്കെയാണ് ഏറ്റവും മനുഷ്യന്റെ മനസ്സിലുള്ളത്. അതായത് പൈസ ഒക്കെ പറഞ്ഞാൽ ഒരു കടലാസൊക്കെ ചീന്തിടാനുള്ളതാണ്. പക്ഷെ ഒരാൾ നല്ല സ്വഭാവം, ഒരാളെ പരിഗണിക്കുക, എന്താ എൻ്റെ വർത്താനം, സുഖമാണ്, അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് എന്നും ആ ഓർമ്മയിലുണ്ടാവും. അതൊക്കെ ഇല്ലാതാവാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ ടെൻഷനുകൾ അതാണ്, വേറെ ഒന്നുമില്ല. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ജീവിതകാര്യങ്ങളും നമ്മളെ വിശേഷങ്ങളും നമുക്ക് സന്തോഷമായാലും ദുഃഖമായാലും നമ്മളെ ബാക്കിയുള്ളവരോടൊക്കെ സംസാരിക്കാൻ ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് എപ്പോഴും ഇപ്പൊ നമുക്ക് ഇവരോട് സംസാരിച്ചിരിക്കാൻ പറ്റില്ല. ഇവര് പുറത്ത് പോണേ ഓരോരോ കാര്യങ്ങളും ടെൻഷനും കാര്യങ്ങളൊക്കെ നടക്കണം. പക്ഷെ നമുക്ക് നമ്മളെ ബാക്കിയുള്ളവർക്ക് സംസാരിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതാണ്, അല്ലാതെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ചെറിയ ചെറിയ ഗിഫ്റ്റ് ആയാലും എനിക്കത് വലിയ സംഭവമാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മള് വണ്ടി കത്തിയപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി. എന്നാലും ഞങ്ങളത് അൽഹംദുലില്ലാഹ് ഞങ്ങൾക്ക് കുഴപ്പമില്ല. നഷ്ടങ്ങൾ ആസ്വദിക്കണം, നഷ്ടങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അത് പല രീതിയിലായിക്കോട്ടെ. അപ്പൊ നമുക്കതൊരു വിഷയമല്ല. എന്ത് നഷ്ടം വന്നാലും അൽഹംദുലില്ലാഹ് അവക്കത്ത് അള്ളാഹ് കൊടുക്കുക, അത്രേ ഉള്ളൂ. അള്ളാഹ് തരും. പിന്നെ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള്. അപ്പൊ നിങ്ങളെ ബോറടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ ടെൻഷൻ അവതരിപ്പിച്ചുകൊണ്ടൊന്നും അങ്ങോട്ട് പോലെ നമ്മളെല്ലാം നിങ്ങളോടും കൂടി പങ്കുവെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് എല്ലാം പങ്കുവെച്ചുകൊണ്ട് ചോദിക്കും. അതാണ് ലൈവിൽ ഇരിക്കുമ്പോൾ ഞാൻ ഫുൾ കൂടുതൽ ഹാപ്പിയാണ്. ഞാൻ എനിക്ക് തൊള്ള തോരാതെ ഞാൻ സംസാരിക്കും. അപ്പൊ നിങ്ങളോട് പറഞ്ഞില്ലേ എന്റെ ഉമ്മ എന്ന് വെച്ചാല് അപ്പൊ അങ്ങനെയും ഒരു ഒന്നുമില്ലാതെ കൂലിപ്പണിയൊക്കെ എടുത്ത് വളർന്നാക്ക് നമ്മുടെ കുടുംബത്തിൽ പ്രത്യേകിച്ചൊരു അതിഥി, പ്രത്യേകിച്ച് എന്തെങ്കിലും നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷം, ഞങ്ങൾക്കും സന്തോഷം. മനസ്സിലായോ? ആ എന്തായിരിക്കും അതിഥി ഇപ്പൊ ഏകദേശം മനസ്സിലാവുന്നില്ല അല്ലേ? അപ്പൊ ഏതായാലും അൽഹംദുലില്ലാ നമ്മുടെ വണ്ടി കത്തി. അപ്പൊ അത് താൽക്കാലികം പൊളിയിൽ കൊടുത്ത് അതിന് ചെറിയ ഒരു സംഖ്യ ഇന്ന് കിട്ടി. അതിൽ കുറച്ച് പൈസയും കൂടി കൂട്ടിയിട്ട് നമ്മളിതാ ഒരു മാരുതി സുസുക്കി വാഗനാർ എന്ന വണ്ടി, നമ്മൾ VXI വണ്ടി നമ്മൾ വാങ്ങി. ബാക്കി ക്യാഷ് എല്ലാം അടവാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത്രയും ഒരുപാട് ആളുകൾ ചോദിക്കും, ഇത്രയും കടവും ആധാരം ബാങ്കിൽ നിങ്ങൾ എന്തിനാ വണ്ടി എടുക്കണേ? സത്യം അതാണ് ഇനി അടുത്ത ചോദ്യം വരാൻ പോണത്. ആണ്. അപ്പൊ അതൊരു നല്ല ചോദ്യമാണ്, കറക്റ്റാണ്. പക്ഷേ നമ്മൾ വലിയൊരു വിഷയം എന്ന് വെച്ചാൽ നമ്മൾ വീട് കുറച്ച് ആ ഉള്ളിലാണ്. അതുപോലെ തന്നെ ഉമ്മ പ്രായമുള്ള ആളാണ്. വീട്ടിലൊക്കെ പെട്ടെന്ന് ഒരു വണ്ടി കിട്ടുന്ന സ്ഥലമല്ല. നമ്മളധികം ഓട്ടോ വിളിച്ച് വേണം എവിടെയും പോവാൻ. അപ്പോൾ പിന്നെ ഞാനൊരു ഡ്രൈവറാണ് ചെറുപ്പം മുതൽ. അപ്പോൾ നമുക്കൊരു ആഗ്രഹമാണല്ലോ. മനുഷ്യൻ്റെ ആയുസ് വളരെ കുറവാണ്. ആ ആയുസിനകത്ത് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ടാവും. എങ്കിലും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുള്ളിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരു സ്വപ്നമാണ് ഒരു ഡ്രൈവറുടെ ഒരു വണ്ടി. അപ്പോൾ ഇത് നമ്മൾ കുറെ ഉപയോഗിച്ചപ്പോൾ ഒരുപാട് കടണ്ട്. ഈ കടെല്ലാം വീടിയിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയൂല, ഒരിക്കലും പറ്റില്ല. മരിച്ചു പോകും. ഓരോ ദിവസവും നമ്മുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ആഗ്രഹം അതെ. ഇപ്പോ ഞങ്ങള് വിമാനപ്പെടുന്ന HMS ഹോസ്പിറ്റലാണ് കാണിക്കൽ. ചെറിയ ഗവൺമെന്റ് ഹോസ്പിറ്റലൊക്കെ കാണിച്ച് അവിടുത്തെ മരുന്നുകൊണ്ട് പേരലായിട്ട് വീണ്ടും അങ്ങോട്ട് തന്നെ ആക്കിയതാണ്. ഉമ്മാന്റെ ഈ ഒരു മക് കുഴച്ചിലും നമുക്ക് ബൈക്കുള്ളൂ. ഇനിയിപ്പോ അവിടെ ആയാലും കുഞ്ഞിപ്പാന്റെ അടുത്താലും ബൈക്കുള്ളൂ കൊണ്ടുപോകാൻ. എന്നിപ്പോ നമുക്ക് പുറത്തുനിന്ന് ഒരാളെ വണ്ടി വിളിച്ച് കൊണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മള് വലിയ ഞങ്ങൾ രണ്ട് വീടാണെങ്കിലും ഒരുമിച്ച് നമുക്ക് ചെറുപ്പത്തിലെ വണ്ടി ഉണ്ടായി ശീലയിക്കാണ്ട് അത് ഇല്ലാതാവുമ്പോ പ്രത്യേകിച്ച് ഈ ഹോസ്പിറ്റലിൽ എപ്പോഴും അത് ഇത് നമ്മൾ ആവശ്യം പോകാൻ വേണ്ടി നമ്മൾ ഒന്നും നോക്കിയില്ല. അതൊരു അഹങ്കാരം ഒന്നുമല്ല, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഒന്നും ഉദ്ദേശിക്കേണ്ട. അപ്പൊ ഒരു വണ്ടി എടുത്ത് അത് ബാക്കി അടവാണ്. മഹീന്ദ്ര ഫൈനാൻസിൽ ഫൈനാൻസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഏതായാലും അത് എല്ലാം വീടട്ടെ എന്ന് നിങ്ങളും പഴയ വണ്ടിയാണ്. അതെ, പുതിയതൊക്കെ എടുക്കാൻ പഠിച്ചു ആവതാക്കട്ടെ. നമ്മളെ മക്കളൊക്കെ വലുതാവണില്ലേ? അപ്പൊ ആ വണ്ടി നിങ്ങൾക്ക് കാണിച്ചു തരണേ വീഡിയോയിലൂടെ. അപ്പൊ നമ്മൾ ഷോറൂമിൽ പോയി എടുക്കുന്നതും ആദ്യമായിട്ടാ ഷോറൂമിൽ പോയി വണ്ടി എടുക്കുന്നത്. എങ്ങനെ പോയി വണ്ടി എടുക്കണം? അത് കുറെ വണ്ടി എടുത്തിട്ടുണ്ട്. കുറച്ച് പൈസന്റെ കുഞ്ഞു പൈസന്റെ വണ്ടികളൊക്കെ എടുത്തത്. പക്ഷെ അതൊന്നും ഒരു മൂവിങ് ചെയ്യാതെ കൊടുക്കും. എന്നിട്ട് അത് കൊണ്ടും എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാവും. എന്നും കംപ്ലൈന്റ് ഉള്ള വണ്ടി എടുക്കല്. ടവേര എടുത്തക്കണ്, കോളീസ് എടുത്തക്കണ് ഒക്കെ എന്ത് ചെയ്യും? അധികം മാസങ്ങൾ ഉപയോഗിക്കുള്ളൂ. അപ്പൊ അതിന്റെ സ്വഭാവങ്ങൾ ലാഭം കിട്ടിയാൽ കൊടുക്കും ചെയ്യും. അങ്ങനെ കുറച്ച് പൈസ ലാഭം കിട്ടുമ്പോൾ അത് കൊടുക്കും. അങ്ങനെ ഏതായാലും നിലനിർത്താനും വേണ്ടി ഒരു വണ്ടി ആക്കിയിരുന്നു എൻജോയ്. പക്ഷെ അതും നമ്മളെ വിട്ടുപോയി. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോ
ഏഷ്യൻ കാർസ് അല്ലേ, ഏഷ്യൻ കാർസ് കോട്ടക്കൽ ഷോറൂമിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ എല്ലാ ഭാഗങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ ഉമ്മ എല്ലാവരും നമ്മള് പിന്നെ ഞങ്ങള് രാത്രി ആയതുകൊണ്ട് ആ വീഡിയോക്ക് ക്ലിയർ കുറവുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ കുട്ടിമോനും മുത്തും ആരുണ്ടെങ്കിലും വീഡിയോ എടുക്കാനും തന്നെ എന്താ വെച്ചാൽ കുട്ടിമോന് ഷോപ്പിലാണ് പറഞ്ഞോ, കുട്ടിമോനും ഇവരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരൊന്നും വീഡിയോ എടുക്കാണ്ടായിട്ടില്ല. അപ്പൊ നമ്മളുള്ള പോലെ എല്ലാം നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഞങ്ങളൊരു ആഗ്രഹം നമ്മളെ എല്ലാരും കൂടി കിട്ടണം. നമ്മള് പുറത്ത് വേറെ അടുത്ത് വീഡിയോ എടുപ്പിക്കായിരുന്നു. അവിടുത്തെ കാക്കാനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പൊ ഏതായാലും ഞങ്ങളൊരു ആഗ്രഹമായിരുന്നു ഷോറൂമിൽ പോയിട്ട് ഉമ്മാനെ എല്ലാരും കൂട്ടി, ഫാമിലി എല്ലാരും കൂട്ടി. പക്ഷെ അന്നത്തെ സമയം കൊണ്ട് ഇവരുണ്ടായില്ല. എങ്കിലും കൂടിയിട്ട് അതെ സാധിച്ചെന്നു. ഉമ്മാന്റെ സന്തോഷവും എല്ലാം ഭയങ്കര ഇഷ്ടമായി. അതെ, അപ്പൊ എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം കുറെ വണ്ടി എടുക്കുമ്പോ ഞങ്ങള് ചിലപ്പോ കൊല്ലത്തുനിന്ന് കണ്ണൂരോടൊക്കെ പോയിട്ട് വണ്ടി ഇട്ടത് അല്ലേ, ഈ ഓലക്സ് ഇതിലൊക്കെ നോക്കിയാണ് പോവും. അപ്പൊ ഞാനും ഇത് പിന്നെ നമ്മളെ മലപ്പുറം വണ്ടി തന്നെയാണ്. കഴിഞ്ഞ ആ വണ്ടി എവിടെയുള്ള ആള് കണ്ണൂരോ മൊത്തം ഭാവിയും കൂടി പോയി KSRTC പോയി തിരിച്ചു വരുമ്പോ അങ്ങനെ എടുത്താൽ ഉമ്മാനൊന്നും കൊണ്ടുപോകാനും പറ്റൂലല്ലോ. ഇത് മുമ്പത്തൊക്കെ അങ്ങനെ തന്നെ ഞാനും ഭാവിയും കൂടി പോവേ അങ്ങനെയൊക്കെ പോക്കാണ്. ഇത് ഏതായാലും നമ്മളെ ഇവിടെ തന്നെ ആയതുകൊണ്ട് ഇമ്മാനെ കൊണ്ടുപോകാനുമായി. പിന്നെ അല്ല നമ്മളെ ഉമ്മാന്റെ കയ്യിലെ ചാവിയാണ്. നമ്മളെ ഉമ്മാന്റെ ദുവാനെ പറ്റിയിട്ട് അത്ര ഒരു ദുനിയാവിൽ ഒരാളെടുത്തില്ല. എനിക്കിപ്പോ എന്റെ ഇവൽക്കും വേണ്ടി ഇതിന്റെ ഒരു സംഭവം ഇതുണ്ട് കേട്ടാ. പക്ഷെ ഇല്ലാന്നല്ല, ഒരു ഇമ്മാക്ക് ഒരു കുട്ടീനോടുള്ള ദുവാന്ന് പറഞ്ഞാല് അത് വേറെയാണ്. അപ്പൊ ഇമ്മാന്റെ കുട്ടി ഒരു കാർ എടുത്തിട്ട് ഇമ്മാന്റെ കയ്യിൽ അത് കൊടുക്കുമ്പോ ഉമ്മാന്റെ ഒരു സന്തോഷം അത് വേറെയാണ്. ഞാൻ എന്റെ കുട്ടികൾ വളർന്ന് വലുതായപ്പോഴാണ് ഞാൻ അതിന്റെ വില മനസ്സിലാക്കിയത്. മനസ്സിലായ ഒരു കുഞ്ഞു കുട്ടി ഉണ്ടാവുമ്പോ പോലെ ഉമ്മാക്ക് മനസ്സിലാവില്ല. ഒരു കുട്ടികൾ വലിയതായ ശേഷമാണ് ഒരു ഉമ്മാന്റെ വില എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ആ മക്കളെങ്ങനെ ആ മക്കളെ വളർത്തി കൊണ്ടുവന്ന് കുറിച്ചിട്ട് 10-17 വയസ്സാവുമ്പോഴാണ് ഇമ്മാന്റെ സങ്കടം ഇതൊക്കെ മനസ്സിലാവും. ഞങ്ങൾ ഉമ്മാനോട് ഇങ്ങനെ ഷോറൂമിൽ പോവാ, വണ്ടിയുടെ ചാവി വാങ്ങാൻ പോവാണ്, വരും തന്നെ ഉമ്മാന്റെ ആ മുഖം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ പോന്നപ്പോഴും അവിടെ നിന്നൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പൊ എന്താ വെച്ചാല് അപ്പൊ ഉമ്മാന്റെ മനസ്സിൽ ഉമ്മ ഇങ്ങനെ എന്റെ കുട്ടീനെ തോന്നി ഈ വണ്ടി ഒന്നും സംഭവിക്കാതിരിക്കട്ടെ റബ്ബേ പറഞ്ഞ ഉമ്മ ഇങ്ങനെ ദോരക്കന്നെ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴൊക്കെ ഉമ്മ ദോരക്കണം. അപ്പൊ ആ ദുവാന്ന് പറഞ്ഞാല് മനസ്സ് നിറഞ്ഞുള്ള തട്ടിയുള്ള ദുവാണ്. അപ്പൊ അതാണ് നമുക്ക് വേണ്ടിയത്. അപ്പൊ ഏതായാലും നമ്മുടെ സ്വപ്നം അൽഹംദുലില്ലാഹ് സാധിച്ചിട്ടുണ്ട്. കടമാണെങ്കിലും അപ്പൊ നിങ്ങളെ നമ്മളെ കൂടെ വരും. എങ്ങനെയാണ് നമ്മുടെ വണ്ടി അവിടുന്ന് ഡെയിലി എന്താണ് പിന്നെ നമ്മുടെ വണ്ടിയുടെ ഷോറൂമിന്റെ പേരെന്താണ്? ഏഷ്യൻ കാർസ് കോട്ടക്കൽ. അപ്പൊ അതിന് എങ്ങനെയാണ് നമ്മൾ അത് വാങ്ങുന്ന ഉമ്മ എല്ലാവരും കൂടെ സന്തോഷമൊക്കെ ഇങ്ങോട്ടും കൂടി പങ്കുവെക്കണേ. അപ്പൊ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെ ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാം. സന്തോഷങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഏഷ്യൻ കാർസ് കോട്ടക്കലിലേക്ക് പോവാം. ഞങ്ങൾ ആ വണ്ടി അങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നു കാര്യങ്ങളൊക്കെ നിങ്ങളെ നേരിട്ടൊന്ന് കാണിക്കാം. ഉമ്മ ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പോയി വാങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞങ്ങളിതാ ഏഷ്യൻ കാർസ് കോട്ടക്കലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം മാളോ അതുപോലെ തന്നെ ഉമ്മക്ക് ഇവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഓഫീസിൽ പോയിട്ട് കുറച്ച് അതിന്റെ അതെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കുറെ സമയം മുമ്പേ വെയിറ്റ് ചെയ്യുന്നുണ്ട് നേരത്തെ വരാൻ. പക്ഷെ കുറച്ച് ഇരുട്ടായി പോയി വരാൻ. അതെ, എന്താ വെച്ചാല് അതാണ് നമ്മളെ വണ്ടി വണ്ടി എടുത്ത് കണ്ടില്ലേ. ഇത് ഉമ്മയും മോളും കൂടിയൊക്കെ വളരെ സന്തോഷത്തിൽ ഇത് അവിടെ നിൽക്കുകയാണ്. ചിലർ ചിലപ്പം വിചാരിക്കും ഒരു വാഗനർ സുസ്കി കണ്ടിട്ടാണോ അവർ ഇത്ര പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു BMW തന്നെയാണ്. സത്യം. അതെ, അപ്പൊ വലിയ വിലപ്പെട്ട വണ്ടിയാണ്. അപ്പൊ ഏതായാലും അതെ അതെ ദീർഘകാലം നമ്മുടെ ആ വണ്ടി മറ്റേ വണ്ടി കത്തിയതിന് ശേഷം ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ് ഒരു വണ്ടി മറ്റേ വണ്ടി ശരിയാക്കാന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇതിന്റെ ഡീലറാണ് നമ്മുടെ അലിയെ ഇപ്പൊ കാണിച്ചത്. ഈ ഏഷ്യൻ കാർസിലെ ഡീലറാണ്. ചാവി വാങ്ങണേ. അതെ, അപ്പൊ ആ ചാവിത ഏറ്റുവാങ്ങാണ്. ഇരുട്ടാണ്. അതെ, അത് അവിടെ ഉള്ള ഒരു പയ്യനെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചാണ്. നമ്മളൊക്കെ കുട്ടിമോനും മുത്തുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അടിപൊളിയായിട്ട് എടുക്കുമായിരുന്നു. അപ്പോ ഏതായാലും അതെ 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 ബിസ്മി ചൊല്ലിക്കൊണ്ട് ഉമ്മ കാർക്ക് കയറുകയാണ്. ഉമ്മാനെ ആദ്യം തന്നെ കാർക്ക് കയറിട്ട് നമ്മൾ ഏതായാലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും നമ്മള് ഇങ്ങനെ ഒരു സന്തോഷത്തിൽ ആദ്യമായിട്ടാണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ ഉമ്മാനെ വണ്ടിയിലകത്ത് കയറ്റി ഇനി അടുത്തതായിട്ട് മാള് കയറാൻ പോണ്.
മാളു അല്ലേ, മാളു കയറിയില്ലേ? ആ അതാ ആ മഞ്ഞ കളർ കാണുന്ന മാളു കയറി അവിടെ. ഇനി ഞാൻ കയറണം. അപ്പോൾ അവരെ കൊണ്ട് നമ്മൾ വീഡിയോ എടുപ്പിക്കട്ടെ, കാരണം മുത്തബരൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അവർ അങ്ങനെ എപ്പോഴൊന്നും വീഡിയോ എടുത്ത് പരിചയമുള്ളവരാവില്ല. ഏതായാലും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഏഷ്യൻ കാർസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പോകണേ അല്ലേ. അപ്പോൾ അൽഹംദുലില്ലാ വളരെ സന്തോഷമുണ്ട്. അതെ, എന്താ പറയാ, 100% ഹാപ്പിയാണ്. കുട്ടികളെല്ലാരും കൂടി ഇങ്ങോട്ട് ഓടിക്കിട്ട് വന്നിട്ട് നല്ല രസമായിരുന്നു. എങ്ങനെയുണ്ട് വണ്ടി? ഇഷ്ടായ? പോവാ അടുത്ത തണിഞ്ഞ് അപ്പൊ കാറിന് ചെലവ് ചെയ്യണം. എന്നാലും എന്താ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് ഓടിച്ചായിരുന്നു ഇവിടെ താത്തൊക്കെ. നമ്മള് കുഞ്ഞിപ്പാനെ പറ്റിക്കാൻ പോവണ്ട. കുഞ്ഞിപ്പാനെ നാട് സീഡാക്കാം. തിരിച്ചു കണ്ടരാ ഇവിടെ തിരിച്ചപ്പോ മനസ്സിലാവും. ഓന്റെ മുന്നിട്ട് തിരിച്ചണ്ട. സഫ് ഇവിടെ എത്തിയാ അത് എത്താനാ പണി. അല്ലെങ്കിൽ ശരിയാണ്. ഉമ്മ കുടുങ്ങിട്ടുണ്ടാവോ? ഏതൊരു കിടക്കാറാന്നറിയ. അതല്ല ബാക്കിൽ ലോറി ഇരിക്കാതെ തന്നെ ഇരുന്നിരുന്നത്. അതാ കണ്ടിക്കണേ. കണ്ട് കണ്ടില്ല. മനസ്സിലാവില്ല. അപ്പൊ ഒരു നസറാണിയുടെ വണ്ടിയോട് നിർത്തി. ആ നോക്കല്ലേ, ഇങ്ങനെ നോക്കല്ലേ. കണ്ട ഞാൻ പോവാണ് പോവാണ് പോവാണ്. പാളിയൊക്കെ മനസ്സിലാവും. എന്താ ചോദിക്കാ? മനസ്സിലാക്കണം, മനസ്സിലാക്കണം. മാറ്റാത്ത എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല പറ്റിക്കണം വിചാരിച്ചത്. അതാ വണ്ടി വാങ്ങിയ ചെലവ്. ഇതാ എന്താ വണ്ടി വാങ്ങിയ ചെലവ്? ഐസ്ക്രീം. എന്താ പൊളിറ്റിയാ? ഐസ്ക്രീം. എങ്ങനെയുണ്ട്? അടിപൊളി. മോനെയോ? അടിപൊളി. വണ്ടി കിട്ടിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടവരൊക്കെ അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും വരാം. എല്ലാവർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.